ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഒരു കമൻറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് SSLCയിലോട്ട് കയറുവാണ്, ഫുൾ A+ വേണം എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് പഠിക്കണോ, നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എനിക്കും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു SSLC ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനിയൊരു കാര്യം പറയാം, ഈ ഫുൾ A+ ഒക്കെ ആവുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കയറി വരും. ലൈക്ക് ഈ ഫുൾ A+ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക്കലി ഇതിനെക്കൊണ്ട് യൂസ് ആവുന്നൊരു ടൈം എന്ന് പറയുന്നത് +1 അഡ്മിഷനാണ്. പക്ഷേ അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ A+ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ ഒരു ഹെൽപ്പ് മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ വേണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. കാര്യം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ പാരൻസിൻ്റെ ഹാപ്പിനെസ്, ഇറ്റ്സ് ഇനഫ്. ഒരിക്കലും ഞാൻ ഫുൾ A+ എന്ന് പറയുന്ന 10th മെയിനായിട്ടുള്ള കാര്യം അങ്ങനെയൊന്നും പറയില്ല. ഒരാൾക്ക് എന്താണ് ഒരു ഗ്രേഡ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ റിസൾട്ട് എന്ന് അയാൾ തന്നെ തീരുമാനിക്കാനുള്ളത്. ചിലവർക്ക് പാരൻസിൻ്റെ ഹാപ്പിനെസ് കാണാനായിരിക്കും, ചിലവർക്ക് അങ്ങനെ റിസൾട്ട് കാണുമ്പോൾ സ്വന്തമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും, ചിലവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആറ്റിങ്ങൽ ബൂസിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും ബയോ സയൻസിന് തന്നെ കിട്ടണമെന്ന് നല്ല ഇതുണ്ടായിരുന്നു. അപ്പം നമുക്കവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക്, ഇപ്പം ഞാൻ SPCയിലുണ്ടായിരുന്നു, ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ A+ കിട്ടിയ ആ ഗ്രേസ് അഡ്മിഷൻ ടൈമിൽ ആഡാവും. അപ്പം അങ്ങനെ ഒരു വെയിറ്റേജ് ഒക്കെ വരും എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. എനിക്ക് അവിടെ സയൻസിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുത്തിയിരുന്ന് പഠിച്ച് ഫുൾ A+ വാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആഗ്രഹം കാണുമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം വേണമെന്ന് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ ഡ്രീം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, വർക്ക് ചെയ്താൽ എന്തായാലും സുഖമായിട്ട് കിട്ടുന്നതാണ് 10th ഫുൾ A+. പിന്നെ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കണമെന്ന് ചോദിക്കുന്നത്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ചു തുടങ്ങി അത് ലാസ്റ്റ് വരെ പഠിക്കണം. അല്ലാതെ ഒരിക്കലും കുറച്ച് പഠിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കുറേ നാൾ ഉഴപ്പാൽ ആ ഒരു ലെവലിൽ പോകാതിരിക്കാൻ മാക്സിമം നോക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആദ്യം പഠിച്ചാലും വലിയ യൂസൊന്നുമില്ല. പിന്നെ കുറച്ച് നാൾ ആദ്യമൊന്നും പഠിക്കാതെ ഇരുന്ന് പിന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ളൊരു കാര്യം, അത്യാവശ്യം നല്ല റഷായിരിക്കും, നിങ്ങൾക്ക് അറിയാത്ത കണ്ടൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങാം. എന്നും ഇരുന്ന് പഠിക്കുക എന്നുള്ള ലെവലിലൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയാം, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്കൂളിലേക്ക്, ഞങ്ങളുടെ അവിടെയൊക്കെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, യൂണിറ്റ് ടെസ്റ്റ് പിന്നെ ഓണം എക്സാം, അങ്ങനെ എക്സാംസ് വരും. അറ്റ്ലീസ്റ്റ് ആ എക്സാംസിനെങ്കിലും ആ എക്സാംസിനുള്ള പോർഷൻസ് കംപ്ലീറ്റ് പഠിച്ച്, എന്താ പറയുക, പബ്ലിക്കൊക്കെ എഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് പഠിച്ചിട്ട് എഴുതാൻ നോക്കുക. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഫൈനൽ എക്സാം ആകുമ്പോൾ ആ പോർഷൻസൊക്കെ കവറാവും. ലാസ്റ്റ് എക്സാം ടൈമൊക്കെ ആകുമ്പോൾ 2-3 ചാപ്റ്ററല്ലേ എക്സ്ട്രാ കാണത്തുള്ളൂ. അതൊക്കെ കുറച്ചുകൂടെ ഹെൽപ്പ് ആവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പോൾ ഒരു ഓണം എക്സാം നടത്തി, നിങ്ങൾ അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടാണ് പോയി എഴുതിയത്. പക്ഷേ നിങ്ങൾക്കതിന് അത്ര നിങ്ങൾ വിചാരിച്ച പോലെ ഫുൾ A+, അതായത് ലൈക്ക് 9A+ കിട്ടാൻ പറ്റിയില്ല. IT അപ്പോൾ നമുക്ക് എക്സാം നടത്തത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി പബ്ലിക്കിന് കിട്ടില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും നിങ്ങൾക്ക് സ്വയമായിട്ടൊരു വിശ്വാസം വേണം, നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓണം എക്സാമിന് ആ ടൈമിൽ 5A+, 6A+ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസിനും 6A+ ആയിരുന്നു. പിന്നെ മോഡൽ വന്നപ്പോൾ 8A+ഉം 1A ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ബയോളജി 35 ആയിരുന്നു എൻ്റെ സ്കോർ. 36 ആണല്ലോ നമ്മുടെ നോർമലി നോക്കുമ്പോൾ A+, പക്ഷെ പബ്ലിക്കിന് 35 ആയ A+ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് പബ്ലിക് എക്സാമിന് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അതാ പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഒറ്റയടിക്ക് നമുക്ക് നമ്മുടെ ഡ്രീം കിട്ടുക അങ്ങനെയൊന്നുമല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അല്ല ഫസ്റ്റ് തൊട്ടേ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയായിരിക്കും. ഒരു സബ്ജക്റ്റിന് ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഇപ്പോൾ A+ കിട്ടി വരുവാണ്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടി വരുവാണ്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്കിനി എന്തായാലും കിട്ടും എന്നുള്ള ലെവലിൽ ഒരിക്കലും അതിനെ നമ്മൾ മാറ്റി വെക്കരുത്. ചിലപ്പോൾ അതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സബ്ജക്റ്റൊക്കെ ആയിരിക്കും നമുക്ക് ചേഞ്ച് ആവുക. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു ശ്രദ്ധ കൊടുക്കുക. പക്ഷെ ഒരിക്കലും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിനെ ശ്രദ്ധ കൊടുക്കുന്നത് കുറയാനും പാടില്ല. അങ്ങനെ ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലാസ്റ്റ്, കാരണം എക്സാമാണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ട്യൂഷന് പോകണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള. പിന്നെ സ്പെഷ്യൽ ട്യൂഷൻ ഞാൻ 2 എണ്ണത്തിനുണ്ടായിരുന്നു, അതായത് ഫിസിക്സിനും ഹിന്ദിക്കും. ഫിസിക്സ് എനിക്ക് കുറച്ച് ടഫായതുകൊണ്ട് ഞാൻ അതിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ പിന്നെ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് പാടുള്ളൊരു സബ്ജക്റ്റ് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്താൽ നമുക്കത് എന്തായാലും ഈസി ആവുന്നു.
അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ കാര്യത്തിൽ ഹിന്ദി. കാര്യം എനിക്ക് SSLC ക്രിസ്മസ് എക്സാം വരെയുള്ള ഒരു എക്സാമിനും ഹിന്ദിക്ക് B+ൽ മുകളിലോട്ടൊരു ഗ്രേഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനാണ് ഹിന്ദി ഓർത്തിട്ടായിരുന്നു, ഹിന്ദിക്ക് A+ പോകുമല്ലോ എന്ന്. അങ്ങനെയാണ് ഇവിടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ട്യൂഷനാണ് ഹിന്ദിക്ക്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ക്രിസ്മസിന് ഹിന്ദിക്ക് 40/40 ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം കിട്ടുന്ന ഫുൾ മാർക്കാണ്. പിന്നെ മോഡൽ എക്സാമിന് 36 A+ ഉണ്ടായിരുന്നു, പബ്ലിക്കിനും A+ ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് പാഠം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ കുറച്ചുകൂടെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് സിലബസ് മാറി. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത്ര ടഫ് ആവാൻ പോകുന്നില്ല. കാരണം 9th സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് സിലബസ് മാറിയുകൊണ്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബേസും കാര്യങ്ങളൊക്കെ 9th നേരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റായിട്ടുണ്ടാകും. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു 10th സിലബസ് മാറി നന്നായി. നിങ്ങൾക്കത് +1 കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. ഞങ്ങളിപ്പോൾ 10th കഴിഞ്ഞ് +1 പോയപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാർട്ടിങ് നല്ല പാടായിരുന്നു. കാര്യം ആ ഒരു ഡിഫറൻസ് ഭയങ്കര വലുതായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇനി അത്ര വലിയ ഡിഫറൻസ് വരാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സിലബസ് മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കാര്യം നിങ്ങൾ പഴയ സിലബസ് പഠിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി ക്ലാസ് വരാൻ പോകുന്ന എല്ലാം പുതിയ സിലബസിൽ തന്നെയായിരിക്കും. അപ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ സിലബസ് ആദ്യം തൊട്ട് തന്നെ പഠിക്കുക. എനിക്ക് പറയാനുള്ളത് ആദ്യം തൊട്ട് തന്നെ നിങ്ങൾ ഡെയിലി പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു അതൊന്ന് നിങ്ങളൊരു ഹാബിറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പാവും. അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, എക്സാംസിനെങ്കിലും പോർഷൻസ് കവറാക്കി അറ്റൻഡ് ആക്കാൻ നോക്കുക. പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫിസിക്സും കെമിസ്ട്രി തിയറി പാർട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം. ബയോളജി നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് നല്ല രീതിയിൽ നോക്കുക, അതിൽ ഡയഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഹിന്ദി ഇതുപോലെയുള്ളത് ടെക്സ്റ്റിലുള്ള കഥ അതൊക്കെ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിക്കണം. പിന്നെ അതിൻ്റെ ഒരു സമ്മറി പഠിക്കണം. പിന്നെ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു മോഡൽ പഠിച്ച് വെക്കുക. തന്നെത്താൻ എഴുതാൻ പറ്റുന്ന ലെവലിലൊന്ന് സെറ്റാക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് IT ആണ്. ITയുടെ കാര്യം പറയുമ്പോൾ ലാസ്റ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ തിയറിയുടെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽസ്. അത് കുറച്ച് മോഡൽസ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി സ്കൂളിൽ ചെയ്ത് പഠിക്കുന്ന ആ ഒരു മോഡൽ ലെവലിൽ തന്നെയായിരിക്കും മിക്കതും വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ മതി. പിന്നെ നാളെയാണ് നമുക്ക് June 2 സ്കൂൾ തുറക്കാൻ പോകുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, തുടങ്ങുന്ന ആ ഒരു ടൈം തൊട്ട് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിലും അന്നൊക്കെ പഠിച്ചൊന്ന് കവറാക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ ഈസി ആയിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.